ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതെല്ലാം ഫുഡ് ഐറ്റംസ് നമ്മുടെ ആരോഗ്യത്തിന് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നതിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആഹാരം ഏതെന്ന് ചോദിച്ചാൽ വൈറ്റ് ബ്രെഡ് ആണ്. വൈറ്റ് ബ്രെഡ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ധാരാളം കാർബോഹൈഡ്രേറ്റ് എത്തുന്നു. അതുപോലെ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഏജിങ് കൂടുതലായിട്ട് പഠനങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഫ്രൈഡ് ഫുഡ്സാണ്, എണ്ണയിൽ പൊരിച്ചെടുത്ത ആഹാരങ്ങൾ. അതിൽ മെയിനായിട്ട് നമുക്ക് ഈ ഫ്രൈഡ് പൊട്ടറ്റോസ് ഇതുപോലുള്ള ആഹാര പദാർത്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ബേക്കറി പ്രോഡക്റ്റ്സാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് ഈ ബേക്കറി ഐറ്റംസ്. ബേക്കറി ഐറ്റംസ് ഇല്ലാത്തൊരു ദിവസം പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലമാണ്. അപ്പോൾ എന്തുകൊണ്ട് ബേക്കറി ഐറ്റംസ് നമ്മൾ കുറയ്ക്കണം എന്ന് ചോദിച്ചാൽ അതിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു എണ്ണയുടെ കണ്ടൻ്റാണ്. നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ ക്രമാതീതമായി കൂടുന്നത് ഈ ഒരു എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങൾ കഴിക്കുമ്പോഴുള്ള, അതുപോലെ തന്നെ നിറയെ അഡിക്റ്റീവ്സും എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ഈ ബേക്കറി പ്രോഡക്റ്റ്സിനകത്ത് ചേരുന്നുണ്ട്. അവ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിലേക്ക് പിൽക്കാലത്ത് നമ്മളെ ചെന്നെത്തിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം നാലാമത്തേതെന്ന് പറഞ്ഞാൽ പിസ്സയാണ്. പിസ്സ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. അതൊരു ജങ്ക് ഫുഡാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കുറേ കണ്ടൻസ് ആ പിസ്സ എന്ന് പറയുന്ന ആഹാര സാധനങ്ങളിലുണ്ട്. അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്ഡ് മീറ്റാണ്. അതായത് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന മീറ്റ്, അത് നമ്മുടെ ശരീരത്തിൽ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. അതുപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റും ഐസ്ക്രീമും യോഗാട്ടും, അതുപോലെ തന്നെ ബട്ടർ ചിക്കൻ. ഈ ബട്ടർ ചിക്കനിൽ നല്ല കൊളസ്ട്രോൾ ഉണ്ട്. ആ ഒരു ബട്ടർ ചിക്കൻ കഴിക്കുന്നതിലൂടെ നമ്മളെ കൊളസ്ട്രോൾ ഉള്ള വ്യക്തിക്ക് അതൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നിറയെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ഈ ആഹാര പദാർത്ഥങ്ങളുടെ അളവ് കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊരു ആക്ഷനും അതിൻ്റേതായ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാര പദാർത്ഥങ്ങൾക്കും അതിൻ്റേതായ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മുടെ ദേഹത്തിലേക്ക് വരാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു നല്ലൊരു ആഹാര ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് പിൽക്കാലത്ത് നല്ലൊരു ലൈഫ് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നത് ഒരു പകൽ പോലും സത്യമാണ്. അപ്പോൾ നമ്മൾ ആഹാരം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലാതെ പട്ടിണി അടക്കണമെന്നല്ല, ഇതൊക്കെ കഴിക്കാം, പക്ഷേ ഇതിൻ്റെ അളവ് കുറയ്ക്കുക. എന്നതിലൂടെ നമുക്ക് നമ്മുടെ വരും കാലത്ത് നമുക്ക് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ പിടിപെടുന്നത് തടയാനും സാധിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഫലപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.